സങ്കീർണതകൾ നിറഞ്ഞ ഏത് ജീവിത സാഹചര്യത്തിലും നാം ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണുവാനിടയായിത്തീരും. ദൈവവചനത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 38-39 വാക്യങ്ങൾ, എന്നാൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയും പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. അതെ, വിശ്വസിക്കുന്നവരുടെ ഇടയിൽ ദൈവിക അഭിഷേകം ഉണ്ടാകും. വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവർ ദൈവപ്രവൃത്തിയാൽ അത്ഭുതങ്ങളെ കാണുകയും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഫേസ് ചെയ്യാൻ തക്കവണ്ണമുള്ള ശക്തി ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യും. പിതാവ് പ്രധാനമായി 2 കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി അകന്നുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ താൻ ഭൂമിയിലേക്ക് അയക്കുമെന്നും സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്നുമുള്ള വാഗ്ദത്തം ഒന്നാമതായി പറയുന്നു. രണ്ടാമതായി യേശു പറയുന്നു, ഞാൻ പോയ ശേഷം കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. അവൻ സത്യത്തിലും നീതിയിലും നിങ്ങളെ വഴി നടത്തും. പിതാവിനാൽ അയക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അതെ, ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യത്തിൽ വഴിമുട്ടി നിൽക്കുന്നത് പോലെയുള്ള ജീവിത സാഹചര്യങ്ങളും അവസ്ഥകളും നമ്മുടെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ, അതെ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ എന്ന് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു. അതെ, നമ്മുടെയും ജീവിതത്തിൽ ദൈവം ദാഹം തീർക്കത്തക്കവണ്ണം ഒരത്ഭുതം ചെയ്യുവാൻ തയ്യാറാണ്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും. നിൻ്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിൻ്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും പ്രതികൂലങ്ങൾ നിറഞ്ഞ വേളകളിൽ ദൈവത്തിൻ്റെ അത്ഭുതം ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. അതിനുവേണ്ടി നാം കാത്തിരിക്കുകയും പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചും സമർപ്പിച്ചും കൊണ്ട് ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുക മാത്രം ചെയ്യുക. അതെ, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അതെ, വിശ്വസിച്ചുകൊണ്ട് നാം ആത്മാവിനെ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി നാം ആഗ്രഹിക്കുക. ദൈവം നമ്മെ നിറച്ച് ഓരോ ദിവസവും ജയകരമായി നടത്തും.